ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, നമ്മളിതാ ഗ്രാനുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മൾ റിവഞ്ച് അടിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ റിവഞ്ച് അടിച്ചിരിക്കും ഗൈസ്. അതിനു വേണ്ടി തിരിച്ചു വന്നതാണ്. നമ്മൾ പ്രാക്ടീസ് മാറ്റി നോർമൽ ഗൈസ്, നമ്മൾ നോർമൽ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ പോലെ സംഭവം എക്സ്ട്രാ ലോക്ക് മാത്രം മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ന് കാർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ എക്സ്ട്രാ ലോക്ക് വെച്ചിട്ട് ഗുണമൊന്നുമില്ലല്ലോ, കാരണം ഗ്രാഫിക്സ് ചെറിയ പ്രശ്നം വരും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മാറ്റി നോക്കിയത്. ഓക്കെ, നമുക്ക് എന്തായാലും തുടങ്ങാം. സോ ഇതിങ്ങനെ കിടപ്പാണ് ഗൈസ്. ഇന്ന് നമ്മൾ എന്തായാലും എസ്കേപ്പ് അടിക്കുന്നതായിരിക്കും, ഉറപ്പാണ് ഗൈസ്. ബിക്കോസ് ഉറപ്പാണെന്ന് വെച്ചാൽ കാരണങ്ങളൊന്നുമില്ല, നല്ല വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഞാൻ വിചാരിച്ച ഗൈസ് മറ്റേ ഡാർക്കർ മോഡിലാണ് കളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചത്തേനെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് തള്ളിയിടാം. അല്ലാതെ വേസ് കൊണ്ട് താഴെ ശരിയല്ലല്ലോ. ഇന്ന് നമ്മൾ ഒരു ഡേ ലൂസ് ചെയ്യാതെ നമ്മൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാൻഡ് വരുന്ന കണ്ടായിരിക്കുമല്ലേ. ഗൈസ്, നമ്മൾ ഒരു ഡേ ലൂസ് ചെയ്യാതെ നമ്മൾ ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മളിന്ന് 0 days മീൻസ് ഡേ വൺ തൊട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഡേ 1 നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ ഗൈസ്, ഡേ 2 ഉപയോഗിക്കത്തില്ല, ഉറപ്പാണ്. മീൻസ് നമുക്ക് ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് കിട്ടിയാനുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക്. ബട്ട് നമ്മളത് ഉറപ്പിച്ചിരിക്കുന്നു, ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് കിട്ടേണ്ടത് മാത്രമല്ല. എന്നാലും നോക്കാം ഗൈസ്. എസ്കേപ്പ് അല്ലേ, എസ്കേപ്പിംഗ് വെച്ചാൽ ഗൈസ് നമുക്ക് വെപ്പൺ കിട്ടി ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. ഡേ 1 നിന്ന് നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. ഡേ 1 നമ്മൾ എസ്കേപ്പ് ആയിരിക്കും, ഉറപ്പ്. വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ്. നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. ഗൈസ് ഇന്ന് പോട്ടെ. ഓക്കെ ഗൈസ്, പോയി. അപ്പൊ നമുക്ക് നേരെ പോകാം. വെപ്പൺ എടുക്കാം, തീർക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഗ്രാൻഡ് അങ്ങോട്ട് വിളിക്കണം ഗൈസ്. ഗ്രാൻഡ് അല്ലാതെ വരത്തില്ല, മടി ഇത് ചെയ്യാന്. ഓക്കെ, നമ്മളെല്ലാത്തിനും കൂടെ നടക്കണം ഗൈസ്. പിന്നെ നമ്മൾ എപ്പോഴും ഫോണിനകത്താണ് കളിക്കുന്നത്. നമുക്കത് PC യിലോട്ട് ആക്കണം ഗൈസ്. കാരണം ബട്ട് നമുക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ എന്തായാലും PC യിലോട്ട് ആക്കുന്നതായിരിക്കും. സെറ്റാണ് ഗൈസ്. നമ്മൾ PC യിലോട്ട് ഗൈസ് ഇപ്പം തീരും. നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കത്തില്ല. നമ്മൾ ഷോർട്ട് ഗണ്ണിന് മാത്രമേ നമ്മൾ ഹെഡ് ഷോട്ട് എടുക്കത്തുള്ളൂ. കാരണം ഗൈസ് വേണ്ട, നമ്മൾ എന്തിനാ ചുമ്മാ ഗ്രാനയുടെ തലതല്ലി പൊളിക്കുന്നത്. അതും സ്ക്വാഷിലിൻ്റെ ആർട്ടാണ്, ചുമ്മാ എന്തിനാ അതിന് ചീത്തപ്പേരുണ്ടാകും. നമ്മൾ ഷോർട്ട് ഗൺ ആകുമ്പോൾ ബുള്ളറ്റ് അപ്പോഴേ കത്തിപ്പോവും. അതുകൊണ്ട് എൻ്റെ സീനില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും സാധാ ഇല്ല. അപ്പം ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മൊത്തം സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. കാർ എസ്കേപ്പാണ്, സിമ്പിൾ എസ്കേപ്പായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. കാരണം സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല പാടാണ്. സോ ബട്ട് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് അതിനെക്കാട്ടി പാടാണ് കേട്ടോ. നമുക്ക് ചെയ്യാം, ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാം. ഏകദേശം ഒത്തിരി സാധനം നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് അതെല്ലാം ചെയ്യാം. സോ അത് നീങ്ങിപ്പോയി. നിങ്ങൾ കണ്ടിരുന്നത് ഒരു ഗ്ലിച്ചാണ്, അത് സംഭവം കൊള്ളാം. അത് ഗ്ലിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫിക്സിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. സോ നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട്. സോ സ്ക്രൂ ഡ്രൈവർ തുറക്കുമ്പോൾ നമുക്ക് കാർ കീ ഓർ പാഡ്ലോക്ക് കീ ഗൈസ് 2 കിട്ടിയാലും നമുക്ക് ഗുണമാണ്. കാരണം പാഡ്ലോക്ക് കീയും കാർ കീയും നമുക്ക് വേണ്ടതാണ്. സോ ഗൈസ്, അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പാഡ്ലോക്ക് കീ ഗൈസ്, നമ്മൾ സെറ്റാണ്, നമ്മൾ പവറാണ്. ഇപ്പം നമ്മൾ എസ്കേപ്പ് അടിക്കും, ഉറപ്പാണ്. ഒരു സംശയമില്ല. കാരണം എൻ്റെ വെപ്പൺ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒന്നും പറയില്ല. പ്രോ എന്ന് വെച്ചാൽ കിട്ടിയില്ല സംഭവം, സത്യം പറയില്ല. വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച കളിയാണ്. നമുക്ക് ഗ്രാനി 2 ഇടണം, ഗ്രാനി 3 ഇടണം. 3യുടെ എസ്കേപ്പിംഗ് കറക്റ്റ് അറിയത്തില്ല. ബട്ട് 2യുടെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഫുൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഗ്രാനി എനിക്ക് തോന്നി ഗ്രാനി വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. ചേട്ടാ, ഇതിൻ്റെ ഇടയ്ക്കൂടെ സ്ലോ പിടിക്കല്ലേ. ഓക്കെ ഗൈസ്, ജസ്റ്റ് മിസ്സാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് നേരെ പോവാം കേട്ടോ. നല്ല സീനാണ്. നമുക്ക് എടുക്കാമായിരുന്നു, അത് എങ്ങോട്ടും എടുക്കാറുണ്ട്. പക്ഷെ റിസ്ക് എടുക്കാൻ ഞാനില്ല. കാരണം ഡേ 1 കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡേ 1 തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അത് ഒരു എന്താ പറയുക, നമ്മൾ വാക്ക് മാറ്റരുത്. ഡേ 1 കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നമ്മൾ ഡേ 1 തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്ക് എന്തായാലും ഡേ 1 തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, ഒരു സംശയമില്ല. ഗ്രാനി ഇങ്ങ് എത്തിയില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ ഗ്രാനിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേൾക്കുന്നുണ്ടോന്ന്. ഓക്കെ, എന്ത് സാധനം അതവിടെ കിടക്കട്ടെ, വലിയ ഗുണമൊന്നുമില്ല.
ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് താഴത്തെ സ്ഥലത്ത് പോകണം. നമുക്ക് താഴത്തെ സ്ഥലത്തൊക്കെ പോകണം. സോ അതിന് മുമ്പേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. സോ ഗൈസ് നമുക്ക് നേരെ താഴോട്ട് പോകണം. താഴോട്ട് പ്ലേ ഹൗസ്ക്ക് ആവശ്യമില്ല. നമുക്ക് ആ കിച്ചണും കൂടെ നോക്കിയിട്ട് താഴോട്ട് പോവാം. അപ്പോഴായിരിക്കും ഞാൻ വേറെ എവിടെയെങ്കിലും ഇറങ്ങുന്നത്. അപ്പം അങ്ങോട്ട് പോകും ഗൈസ്. ഓക്കെ, ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടി ഇട്ടിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചോണം. ഓക്കെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നും സാധാ ഒന്നും കാണാറില്ല, ബട്ട് ഒരു പ്രതീക്ഷയ്ക്ക് നോക്കിയതാണ്. സോ ഗൈസ് നമുക്ക് ആ പിക്ചർ എടുത്ത് വെച്ചാൽ എക്സ്ട്രാ ഒരു ഡേ കിട്ടും കേട്ടോ. സോ അത് നമുക്ക് ചിലപ്പം വേണമെങ്കിൽ ആവശ്യം വരും. ഡേ 6 ആവശ്യം വരുമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു ഡേ 4 ഒക്കെ ആവുകയാണെങ്കിൽ എടുക്കാം. ചാൻസ് കുറവാണ്. ഡേ 4 ആവത്തില്ല ഗൈസ്, നമ്മൾ ഡേ 1 കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. ഇത് പറയുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ഗ്യാസിൽ ഇരിപ്പുണ്ട്, നമുക്ക് നേരെ ഇതിലേ കൂടി അങ്ങ് ചാടാം. സോ ഗൈസ് ഓക്കെ, നമുക്കത് അടിച്ചു. ഇത് വെച്ച് എനിക്ക് അത്ര വാക്കില്ല. ഷോർട്ട് ഗൺ ആണെങ്കിൽ കറക്റ്റ് കിട്ടി തന്നെ. ബട്ട് ഓക്കെ, ഇത് വെച്ച് നമുക്ക് നോക്കാം. പിന്നെ ഫ്രീ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഗ്രാൻഡ് എന്ന സീനില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഹാമർ ആണെന്ന് തോന്നുന്നു. യെസ്, ഹാമറാണ്. സോ ഓക്കെ, അടിച്ചു. ഓഫ് ഈ ഗൈസ്, ഇത് ഇച്ചിരി കൺട്രോളിങ് പാടാണ്. ഓക്കെ, അടിച്ചോ. കറക്റ്റ് ഷോട്ട് അടിയോടാ. ഓക്കെ ഞാൻ ടച്ച് ചെയ്തില്ലായിരുന്നു. ഓക്കെ നമുക്ക് ഇതങ്ങ് എടുത്തിട്ട് മേളിൽ കൊണ്ടിട്ടേക്കാം. സോ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും ഗൈസ്. നമുക്ക് ആവശ്യം വരാത്ത സമയങ്ങളൊന്നുമില്ല. തലയോട്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇതിവിടെ ഗ്രാനയുടെ ഫോട്ടോ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഫസ്റ്റ് ടൈം. ഓക്കെ, ഇവിടെ ഒന്നും കൂടി എന്തോ നോക്കാം. ഇവിടെ റിമോട്ട് കൺട്രോൾ. അപ്പം മിക്കവാറും കാർ ബാറ്ററി അതിനകത്ത് കാണാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലെങ്കിൽ നമ്മൾ തീർന്നു ഗൈസ്. നമുക്ക് എന്തായാലും മറ്റേ അടുത്ത് പോകണം. ഗ്രാനി വരുന്നുണ്ടോ? ഗ്രാനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്, കാരണം ഇവിടെ സൗണ്ട് കേട്ടില്ലല്ലോ. സോ ഗൈസ് നമുക്കിപ്പം തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടി തുടങ്ങിയിട്ടില്ല. ബിക്കോസ് നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ഗ്യാസിലും കിട്ടി. ഓക്കെ, അതേ മാത്രമേ ഞാൻ കണ്ടോളം തോന്നുന്നു. ഞാൻ ബാക്കി മൊത്തം മറന്നുപോയി. കുഴപ്പമില്ല, കിട്ടുകളെല്ലാം നമുക്ക് കിട്ടും ഗൈസ്. അതെന്ത് വലിയ സീനൊന്നുമില്ല. നമുക്കൊന്നും അതിലൊരു കാര്യമില്ല. ഓക്കെ, അത് പക്ഷേ ഏകദേശം നല്ല ഹാർഡാണ് കേട്ടോ എസ്കേപ്പ് അടിക്കുകയെന്ന് വെച്ചാൽ. കാരണം ഹാർഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഹാർഡ് മോഡ് കളിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അത് വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഇത് സൗണ്ട് കേൾക്കത്തില്ല, അതല്ലേ ഒരു പണി. ഇവിടെ കട ആ മൂലയ്ക്ക് കിടപ്പുണ്ട്. മിക്കവാറും ഞാൻ ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഹാമറേ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണ്ട. നമുക്ക് ക്രോസ് ബോ എടുക്കാം. അപ്പം ഇതെന്തായാലും ഡ്രോപ്പ്. ഓക്കെ, അപ്പം പെർഫെക്റ്റ് പ്ലാനാണ്. ബട്ട് നല്ല ടൈമിങ്, പെട്ടെന്ന് എടുക്കണം. ഓക്കെ, ഇപ്പം എത്തിയതുള്ളൂ. അപ്പോൾ സീനില്ല. നമുക്ക് ഹെഡ് ഷോട്ട് നമ്മളെ ഷോട്ട് ഗൺ വന്നിട്ട് അടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ഹെഡ് ഷോട്ട് ഗൺ വന്നിട്ട് അടിക്കും, ഉറപ്പാണ്. പിന്നെ ഫുള്ള് ഹെഡ് ഷോട്ടാണ്. നമ്മൾ റിവെഞ്ച് ഡേ ആണ് കേട്ടോ ഇന്ന്. സോ ഗൈസ്, നിങ്ങൾക്ക് റിവെഞ്ച് ഡേ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നിങ്ങൾ IPL കാണുന്നവരാണ് ഗൈസ്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇന്നലെ അല്ല മെനഞ്ഞാലായിരുന്നു. ഞാൻ വീഡിയോ സ്ട്രീം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ എന്തോ നോക്കാം. ഓക്കെ, ഗ്രാനിയുടെ കൈയായിരുന്നത് ഗൈസ്. നമ്മുടെ ഷോർട്ട് ഗൺ വന്നിട്ടുണ്ട്. അമ്മച്ചിക്കുള്ള പരിപ്പുവടം ചെയ്യാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് കറക്റ്റ് പരിപ്പുവടം ചെയ്യാണ് ഗൈസ്. നമ്മളിത് പൊളിച്ചിരിക്കും. ഗൈസ്. നമ്മൾ ഗ്രാനിയെ തന്നെ നമ്മൾ വിറപ്പിക്കുന്നു. അയ്യോ, നമ്മൾ അത്രയ്ക്ക് സാധനങ്ങൾ നമ്മൾ മൊത്തം വെപ്പണും കൈ കിടപ്പുണ്ട്. ഞാനിത് പിന്നെ തിരിച്ചങ്ങോട്ട്. ഓക്കെ, നമുക്ക് അടുത്ത പറഞ്ഞ കിച്ചണിലാണ്. നിങ്ങളോർത്ത് കാണും എന്ന് വിചാരിക്കുന്നു. സോ നേരെ പോവാ, എടുക്കുക, തീർക്കുക ഗൈസ്, തീർക്കുക. ഒന്നുമില്ല, നമ്മൾ തീർത്തിരിക്കും. ഓക്കെ നമുക്ക് ഇവിടെ ഉണ്ട് സംഭവം നമുക്ക് കിട്ടി. സോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ്, നമ്മൾ ഗ്രാനേഡ് എത്തുന്ന ഫസ്റ്റ് ഡേ കാർ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. കാരണം ഗ്രാനി ബാക്ക് വന്ന് നിൽക്കുന്ന സമയം, ഇപ്പം ഗ്രാനി ബാക്ക് വന്നാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇത് കിട്ടുമെന്ന്. സോ ഞാൻ ഗ്രാനി ഒന്ന് വിളിക്കും കേട്ടോ. സോ അപ്പം നമ്മൾ ഗ്രാനിയെ വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡ് ഷോട്ട് അടിച്ചു നമ്മൾ. അങ്ങനെ സെക്കൻഡ് ഹെഡ് ഷോട്ട്, തേർഡ് ഹെഡ് ഷോട്ട്, അങ്ങനെ ഒത്തിരി ഹെഡ് ഷോട്ട്സ് ഉണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മളിനി എത്ര എലിമിനേഷൻ വരും? ഹെഡ് ഷോട്ട് കണ്ടാണ് നമ്മൾ ആറാടാൻ പോവാണ് ഇനി. സത്യം പറയാല്ലേ, ഇതിനകത്ത് ഇങ്ങനെ പിടിച്ച് കളിക്കുന്ന നല്ല കൈവേദന എടുക്കും. ഞാൻ മാത്രമല്ല, ഞാൻ 4 ഫിംഗറാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, 4 ഫിംഗറാണ് കളിക്കുന്നത്. നല്ല പാടാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ 2 ഫിംഗർ കാണുന്നുള്ളല്ലേ. ഓക്കെ, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 4 ആണോ ഇപ്പം നിങ്ങൾക്ക് 4 ഉപയോഗിച്ച് 3rd ഉപയോഗിച്ച് കാണാൻ പറ്റും. ഓക്കെ, ഇതെടുക്കണം.
ഓക്കെ ഓക്കെ, നമുക്ക് ഹാമർ എടുത്ത് മേളിൽ പോവാം. ഓക്കെ, മേളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മേളിൽ പോയിട്ട് നമുക്ക് അവിടെ ഫ്രഞ്ച് ഉണ്ടോ നോക്കണം. ഫ്രഞ്ച് പക്ഷെ എഞ്ചിൻ പാർട്ട് ഇട്ടിട്ടില്ലല്ലേ? എഞ്ചിൻ പാർട്ട് ഇട്ടിട്ടില്ല. കിടക്കുകയല്ലേ എഞ്ചിൻ പാർട്ട് ഇവിടെ. നമുക്ക് സെറ്റാണ് സാധനം. നമുക്ക് എഞ്ചിൻ പാർട്ട് അവിടെ കിടക്കാം. നമുക്ക് റെഞ്ച് എടുക്കാം. റെഞ്ച് അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇവിടെ പോകേണ്ടി വരും. പിന്നെ അത് സീനില്ല, നമുക്ക് അവിടെ പോവാം. റെഞ്ച് അവിടെ ഉണ്ട്. അപ്പോൾ കാർക്കിയാണ് ഇവിടുന്ന് ചാൻസ്. അപ്പോൾ കാർക്ക് കിട്ടി നമ്മൾ രക്ഷപ്പെട്ട്. സോ കാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ കാർ എസ്കേപ്പിനുള്ള സംഭവങ്ങൾ ഏകദേശം എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബാറ്ററിയും കൂടി വേണം. ബാറ്ററി ഒന്നെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ തുറക്കുന്നിടത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെത്തതാണ്. സോ ഇതിവിടെ ഡ്രോപ്പ് ചെയ്യാൻ അതങ്ങ് തീരാ, കുഴപ്പമില്ല. നമുക്ക് ഇത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ മണ്ടക്കി ഇരുന്നിട്ട് സെറ്റാക്കാം. ഓക്കെ ഹാമർ എടുക്കുന്നു നമ്മൾ. ഓക്കെ സെറ്റ്. ഇവിടുന്ന് താഴെ വീണാലേ ചത്തതാണ്. ഭയങ്കര പേടിയോടെയാണ് ഞാൻ കളിക്കുന്നത്. കാരണം ഇവിടുന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ ചത്തിട്ടുണ്ട്, ഫാൾ ഡാമേജ് വന്ന്. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇത്ര ടെൻഷന് കളിക്കുന്നത്. സെറ്റാണ് ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഡേ അങ്ങ് ഫിനിഷ് ചെയ്തിരിക്കും. ഇപ്പോൾ ഗ്രാനി ഇടുന്നുണ്ട്, അമ്മച്ചി ഇടുന്നുണ്ട്. അമ്മച്ചി നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. അമ്മച്ചിക്ക് പാലപ്പടം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല എനിക്ക് 1 നമ്പർ, അത് നമുക്ക് ആവശ്യം വരില്ല. ഓക്കെ അമ്മച്ചി ഇപ്പുറത്ത് വന്നാൽ പറ്റി. നീ വാ അമ്മച്ചി. പോ ചെല്ല്, എത്തിയില്ലേ? ശരി എന്നാ അപ്പം ഞാനങ്ങ് പോട്ടെ. സമയം വൈകുന്നു ഗ്രാനി, ഒന്ന് പെട്ടെന്ന് വരൂ. ഇപ്പം തന്നെ ഒത്തിരി സമയമായി കാണും. ഞാൻ കളിക്കുന്നതുകൊണ്ട് ഏകദേശം നല്ല സമയമായി കാണും. ഓക്കെ, നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 1 മണിക്കൂർ ആവുന്നു ഗൈസ്. 1 മണിക്കൂർ ആയില്ല, ഏകദേശം 3/4 മണിക്കൂറായി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. ഷോട്ട് യെസ്, നമ്മൾ പിന്നെ ഹെഡ് ഷോട്ട് 130 ഉള്ളൂ. ഞാൻ 2 മിനിറ്റ്സ് അല്ലേ ഗൈസ്? നിങ്ങളൊന്ന് കമൻറ്റ് 2 മിനിറ്റ്സ് അല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ പോവുക. എന്താണ് ഓക്കെ, മെലനാണെങ്കിൽ നമുക്ക് മാസ്റ്റർ കീ ആണല്ലോ. മാസ്റ്റർ കീ അല്ല, സ്പാർക്ക് പ്ലഗ് കിട്ടത്തില്ലേ ഇതിനകത്ത്? കിട്ടുമെന്നൊന്നുമില്ലോ. സ്പാർക്ക് പ്ലഗ് കിട്ടുന്ന സമയങ്ങളുണ്ട്, സ്പാർക്ക് പ്ലഗ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടും, മാസ്റ്റർ കീ കിട്ടും, പിന്നെന്തോ അത്രയും കിട്ടത്തുള്ളൂ. ചെറിയ സാധനങ്ങളല്ലേ. പാഡ്ലോക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നോക്കാം. നമുക്ക് മാസ്റ്റർ കീ ആണെങ്കിൽ നമ്മൾ തേഞ്ഞ് ഉറപ്പാണ് തേഞ്ഞതാണ്. ഗൈസ് നമ്മൾ രക്ഷപ്പെട്ട്. നമുക്ക് ലക്ക് നമ്മളുടെ കൂടാണ്. ഗ്യാസിൽ ഓർത്തോ. ഓക്കെ, ഗ്യാസിൽ ഇവിടെ ഉണ്ട്, നമുക്ക് അതും എടുക്കാം. സെറ്റാണ് ഗൈസ്. നമ്മളിപ്പോൾ കളി ചെയ്യിക്കും. നമ്മൾ തീക്കളി ചുമ്മാ ഗ്രാനിയൊക്കെ പേടിച്ച്. പക്ഷെ ഗ്രാനി പേടിക്കാറില്ല, അത് വേറെ കാര്യം. ഞാൻ പേടിച്ചാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഡേ ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഒരാഗ്രഹം ഗൈസ്. കാരണം നമ്മളെ 5 ഡേക്ക് തോപ്പിച്ചാട്, നമ്മൾ തിരിച്ചങ്ങനെ തോപ്പിക്കും. ഓക്കെ, നമുക്കിനി ഗ്യാസിലിടണം. ചെയിൻ കട്ടർ വെച്ചിട്ടേ നമുക്ക് ഒരു പണിയുണ്ട്. 1 മിനിറ്റ് എന്താണ്ടേ ഒരു ഇപ്പൊ തീർന്നേനെ. ഓക്കെ, നമുക്ക് ചെയിൻ കട്ടർ വെച്ചേ ഒരു മറ്റേ ഫ്രഞ്ച് എടുക്കാൻ പോകണം. സോ അതിനിടയ്ക്ക് ഞാനത് എടുക്കാൻ പോയ സമയം കൊണ്ട് ഗ്രാനിയമ്മച്ചി വന്ന് ഞാൻ എടുത്തിട്ട് വന്ന് ഞാൻ തോന്നുന്നു എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. എനിക്കൊന്ന് ഫ്രഞ്ച് നമുക്ക് എടുക്കണം കേട്ടോ. നമുക്ക് എടുക്കാം. സെറ്റ് ചെയിൻ കട്ടർ അവിടെ കൊണ്ടിട്ട സമയം കൊണ്ട് വന്നിങ്ങി. പക്ഷെ എന്ത് ചെയ്യാനാണ് ചങ്ങാതി. ഓക്കെ, നമുക്കിനി പോയി റെന്റ് എടുക്കാം. ഞാൻ ഇവിടെ ഇത്രയും ചെയ്തു വെച്ച സമയത്താണ് ഗ്രാനി കയറിയിരുന്നത്. അപ്പം ഞാൻ ഇറങ്ങി ഓടി. സ്ട്രീം ചെയ്തെന്ന് മീൻസ് ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് ഞാൻ ഓർത്തില്ല. റെക്കോർഡ് ചെയ്തില്ല ഞാൻ. കുഴപ്പമില്ല, നമുക്ക് റെഞ്ച് എടുത്തിട്ടേ വുഡൻ സ്റ്റിക്ക് ഇത് ഫസ്റ്റ് അങ്ങ് ഇട്ടേക്കാം. വുഡൻ സ്റ്റിക്ക് വെച്ച് നമുക്ക് ഗുണമില്ല. നമുക്ക് ഇതിന്റെ സ്യൂർ എസ്കേപ്പും ചെയ്യണം. ഓക്കെ, സ്യൂർ എസ്കേപ്പ് കിട്ടിയ എസ്കേപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എസ്കേപ്പാണിത്. ഓക്കെ, നമുക്ക് ഗ്രാനി എസ്കേപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഈ ഗെയിം പ്ലേ ജസ്റ്റ് നിങ്ങൾ കാണുക. കിട്ടില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നന്നായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ചാൽ. കാരണം ചാൻസസ് ഉള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. കാർ എസ്കേപ്പിന് ചാൻസസ് ഉള്ളേ മെലൺ എടുക്കാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. വെപ്പൺ കീസ് എടുക്കണം. വെപ്പൺ എന്തായാലും വേണം. വെപ്പൺസ് എന്തായാലും വേണം. മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് വെപ്പൺ. നമ്മൾ എഞ്ചിൻ കൊണ്ട് വെച്ചില്ല. ഓക്കെ, നമുക്ക് എഞ്ചിൻ കൊണ്ട് വെച്ചിട്ട് നമുക്ക് റെഞ്ച് എടുക്കാം. റെഞ്ച് എടുത്തിട്ട് നമ്മൾ സെറ്റാക്കുക. സെറ്റാക്കി ബാറ്ററി എടുക്കുക. ബാറ്ററി എടുത്തിട്ട് നമ്മൾ എസ്കേപ്പ് ആവും. ഉറപ്പാണ് നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. Day 1 എസ്കേപ്പ് ഗൈസ്. നമ്മൾ 5 ഡേ തീർത്തതാണ് നമ്മൾ ഗ്രാനി. നമ്മളിന്ന് എസ്കേപ്പ് അടിച്ചിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ.
ഓക്കെ, നമുക്ക് എഞ്ചിൻ പാർട്ട് എടുത്ത് വെക്കുക സെറ്റ്. അപ്പം നമുക്കിനി റെഞ്ചില്ലേ ഗൈസ്, ആ റെഞ്ചും കൂടി എടുത്ത് വെക്കണം. സോ നമുക്ക് കാർക്ക് എടുത്തൊന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. എനിക്ക് റിസ്ക് എടുക്കാൻ പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ വല്ലാത്ത പണിക്കൊന്നും പോകാത്തത്. ഓക്കെ നമുക്ക് ഗ്രാനി എത്തുന്നുണ്ട്. സോ ഞാൻ ഈ കാർ സമയത്ത് ഇത് തുറന്നിട്ട് എസ്കേപ്പ് ആയിട്ടുള്ള സമയങ്ങളുണ്ട്. സോ പക്ഷേ കുഴപ്പമില്ല ഗൈസ്, കാരണം അത് ഇടിക്കുമ്പോൾ പൊട്ടും. കുഴപ്പമില്ല. ഗ്രാനി അമ്മച്ചി, ഗ്രാനി ഇത്ര എത്തിയായിരുന്നു എൻ്റെ പൊന്നെ. ഓക്കെ ഈ സമയം ഞാൻ ഇതിലേക്ക് കൂടി പോകുന്നത്, കാരണം ടെൻഷൻ അടിച്ച സാധനം സീനായാലോ. ഗ്രാനി കയറി വരുമ്പോഴത്തേക്ക് ഞാൻ ഷോർട്ട് ഗൺ എടുക്കുന്നുണ്ട്. ഷോർട്ട് ഗൺ എടുത്തു. എമ്മോ ഉള്ള ഷോർട്ട് ഗൺ ആണ്. യെസ്, ഷോർട്ട് ഗണ്ണിനകത്ത് എമ്മോ ഉണ്ട്. ഹെഡ് ഷോട്ട് ഗൈസ്, പിന്നെ ഹെഡ് ഷോട്ട്. നമ്മൾ റിവെഞ്ചിന്റെ മൂഡിലാണ് ഗൈസ്, നമ്മൾ റിവെഞ്ച് മൂഡിലാണ് ഗൈസ്. ഓക്കെ നമുക്ക് നേരെ പോവാം. നമ്മളെ റെഞ്ച് എടുത്ത് സെറ്റ് ആക്കുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചിടണമെങ്കിൽ അടിച്ചിടാം ഗൈസ്. ഓക്കെ സോ ഗൈസ്, അപ്പം നമുക്ക് റെഞ്ച് അടിച്ച് സെറ്റ് ആക്കാം. ഓക്കെ 2 മൂന്നാമത്തെ അടി ഗൈസ്, ഇത് 3 4 5 ഓക്കെ 6 ഓക്കെ സെറ്റ് ഗൈസ്. അപ്പം നമുക്ക് എന്ത് എടുക്കാനുള്ളത് ഗൈസ്? ഞാനവിടെ ഡ്രോപ്പ് ഇട്ടാണ് പോയത്, ചിലപ്പോൾ സീനാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിലേ കൂടി അങ്ങ് പോവാം. കുഴപ്പമില്ല. നമ്മൾ ഷോർട്ട് ഗൺ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്രാനി സ്പോണായെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ സ്പോണായതാണ്, പക്ഷെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഓക്കെ പ്ലീസ്, ഞാൻ കളിച്ചു തുടങ്ങിയിട്ട് 1 മണിക്കൂർ ആവുന്നു ഗൈസ്. ഓക്കെ 1 മണിക്കൂർ ആവുന്നു സത്യം പറഞ്ഞാൽ കളിച്ചു തുടങ്ങിയിട്ട്. ഓക്കെ സെറ്റ് ബാ ഗ്രാനി ഇങ്ങോട്ട് ചുമ്മാ നടക്കുന്ന സമയം കളയുന്നു. നമ്മൾ ദൂരോട്ട് മാറി, റിസ്ക് എടുക്കണ്ട. ഹെഡ് ഷോട്ട് ഗൈസ്. ഇത് എത്ര ഹെഡ് ഷോട്ടാണ് ഗൈസ് എനിക്കറിയത്തില്ല. 3 4 ആയില്ലേ ഗൈസ്? 4 ഹെഡ് ഷോട്ടായി. നമുക്കൊരു 5 ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു 4 ഹെഡ് ഷോട്ട് അടിച്ചില്ലേ മതി. നമ്മൾ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്തില്ലേ, അപ്പോൾ 5 ആയി. ഓക്കെ ബുക്ക് എടുക്കാൻ നമുക്ക് പോകണം ഗൈസ്, കാരണം റിമോട്ട് കൺട്രോളിൻ്റെ അവിടെ സാധനമില്ല. ഞാൻ നോക്കിയായിരുന്നു, സാധനമില്ല. പെപ്പർ സ്പ്രേ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ തീർന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, നമ്മളുടെ ഇപ്രാവശ്യം നമുക്ക് അൺലക്കി ആയിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ലക്ക് അടിക്കാം. നമ്മൾ 4 ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. 1 ഹെഡ് ഷോട്ടിന് അടിക്കാം ഗൈസ്, ഉറപ്പാണ് അടിക്കാം. ഉറപ്പല്ല, വേണമെങ്കിൽ അടിക്കാം ഗൈസ്. നമുക്ക് വലിയ ഗുണമൊന്നുമില്ല, കാരണം ഹെഡ് ഷോട്ട് അടിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? നമ്മൾ 4 ഹെഡ് ഷോട്ട് എന്തായാലും അടിച്ചു. എന്തായാലും 4 അടിച്ചില്ലേ, അപ്പോൾ 1 കൂടി അടിച്ചാലോ? എന്തായാലും 1 കൂടി അടിക്കാം ഗൈസ്. എനിക്ക് ആ ഒരു ത്വര വരുവാണ്, കാരണം ഹെഡ് ഷോട്ട് നമ്മൾ റിവെഞ്ച് എടുക്കാൻ വന്നതാണ്. നമ്മൾ റിവെഞ്ച് എടുക്കാം. നമ്മൾ 5 ഹെഡ് ഷോട്ടാണ് അടിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിലെവിടെ ഒന്നും വരുന്നില്ല, അതുകൊണ്ടേ നൈസ്. ഓ മോനെ, നമ്മൾ കയറിയ സമയത്ത് കയറി ഗൈസ് 5 ഹെഡ് ഷോട്ട് ഗൈസ്, 5 ഹെഡ് ഷോട്ട്. എങ്ങനെയുണ്ട് ഗൈസ്? 5 ഹെഡ് ഷോട്ടുകൾ. ചുമ്മാ തീക്കളി അല്ലേ, തീക്കളി. ഓക്കെ നമ്മളുടെ സംഭവം സ്പൈഡർ കീ കയ്യിലുണ്ട്. ഓക്കെ സ്പൈഡർ കീ നമുക്ക് സിമ്പിൾ അല്ലേ, നമുക്ക് സ്പൈഡർ കീ കൊണ്ട് വെച്ചാൽ നമ്മൾ സെറ്റായിട്ടുണ്ട്. സോ ഗൈസ് ഞാനൊരു വട്ടം കൂടി കറങ്ങി വന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഇല്ല വേണ്ട അടിച്ചു. യെസ്, നമുക്ക് കാർ ബാറ്ററി എടുക്കുക, എസ്കേപ്പ് ആവുക. സെറ്റ് ഗൈസ്, വേറെ ഒന്നുമില്ല. കാർ ബാറ്ററി എടുക്കുക, എസ്കേപ്പ് ആവുക. സോ ഗൈസ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ എത്താൻ പോവാണ് ഗൈസ്. ഓക്കെ നമ്മളെത്താൻ പോവാണ്. ആൻഡ് നമ്മളുടെ ഓടുന്നുണ്ട്. നമ്മളിപ്പം കാണിച്ചു കേട്ടോ, ഓടിപ്പോന്നുണ്ടോ? ഇവിടെ ഇല്ല, ഞാൻ ചുമ്മാ വന്നേ ഇവിടെ. ഓക്കെ ഞാൻ ഏത് വഴിയാന്ന് പറഞ്ഞത്? അപ്പം ഈ വഴിയല്ല ഗൈസ്, ഈ വഴിയല്ല. സോറി അപ്പുറത്ത്. പെട്ടെന്ന് മോനെ അവിടെ നിൽപ്പുണ്ട്, അമ്മൂമ്മ അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ കൃത്യമായിട്ട് നോക്കി അറിയാം. നമ്മളെ സംഭവം നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്, എസ്കേപ്പ് ആയിട്ടില്ല. ഇനി നമുക്ക് സമയമുണ്ട്. ഞാൻ വിചാരിച്ച ആള് വന്നത്, അതുകൊണ്ടാണ്. ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയി. നമ്മൾ ചുമ്മാ തീക്കളി ഗൈസ്. നമ്മൾ ഇന്നലെ 23 മിനിറ്റോളം എടുക്കാൻ തോന്നുന്നു, ബട്ട് നമ്മൾ ഇന്ന് 20 മിനിറ്റോളം എടുത്തിട്ടുള്ളൂ. 20 മിനിറ്റോളമേ എടുത്തിട്ടുള്ളൂ തോന്നുന്നു. എനിക്ക് തോന്നുന്നു 20 മിനിറ്റോളം എടുത്തിട്ടുള്ളായിരിക്കും ഗൈസ്. കാരണം ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു 5 മിനിറ്റത്തെ വീഡിയോ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇപ്പം ഞാനിത് അടയ്ക്കാൻ മറന്നുപോയി. പൊട്ടിയല്ലേ ഗൈസ് ശരിയാണ് കേട്ടോ. ഗ്രാനി പറഞ്ഞാൽ നിന്നപ്പോൾ 1 മിനിറ്റിന് അടിച്ചു പോയി, സീനില്ല. ഓക്കെ നമ്മളപ്പം നേരെ അടിച്ചു.
എസ്കേപ്പ് ഗൈസ്, എസ്കേപ്പ്. സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറൊരു നല്ല എസ്കേപ്പ് ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം കേട്ടോ.